ഗുഡ് മോർണിംഗ് കേരള. ആൻഡ് നമ്മുടെ അടുത്ത കാലത്തായിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ആ, വളരെ ദയനീയമായ പല അപകട കഥകളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അടുത്ത നമ്മൾ കേട്ടതിൽ നമ്മളെ ഹൃദയസ്പർശിയായ ഒരു ആക്സിഡൻ്റാണ് കോന്നിക്കടുത്ത് മുറിഞ്ഞകല്ലിൽ നടക്കാനിടയായിട്ടുള്ള അപകടം. അപ്പോൾ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ വാഹനങ്ങളെ സംബന്ധിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. യാത്രയെ സംബന്ധിച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ച കാര്യങ്ങൾ, മറ്റുള്ള അനുഭവത്തിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കിടാനായിട്ട് ആഗ്രഹിക്കുന്നു. സത്യം പറഞ്ഞാൽ ഡ്രൈവിംഗ് ഒരു കലയാണ്. ഡ്രൈവിങ്ങിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടിരിക്കുന്നത് നമ്മൾ ഏറ്റവും പെട്ടെന്ന് ആംഗിളുകൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മൾ വരുന്ന വണ്ടിയുടെ ആംഗിളും നമ്മുടെ വണ്ടിയുടെ ആംഗിളും നമ്മുടെ വണ്ടിയുടെ സ്പീഡും ആ വണ്ടിയുടെ സ്പീഡുമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരിക്കൽ ഞങ്ങൾ യാത്ര ചെയ്യുന്നൊരു വണ്ടിയിൽ ഓടിച്ചുകൊണ്ടിരുന്നൊരു ഡോക്ടറാണ്. പുള്ളിക്കാരൻ്റെ ലവർ ഫ്രണ്ടിലെ വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ പുള്ളിക്കാരൻ വണ്ടി ഓടിക്കുന്നത് ശ്രദ്ധിച്ച് കൂടുതലും ആ ഒരു ലെവലിലേക്ക് ശ്രദ്ധിച്ചപ്പോൾ വണ്ടി പോയി ആക്സിഡൻറ്റിൽ പെട്ടു. വേറെ വണ്ടിയുമായിട്ട് കൂട്ടിയിടിക്കേണ്ട ഒരു സംരംഭം ഉണ്ടായി. അപ്പോൾ നമ്മുടെ ശ്രദ്ധ തിരിക്കുന്ന സംഭവങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ സൂക്ഷിക്കണം. കാരണം ഇനിയിപ്പോൾ വണ്ടി ഏതാണെന്ന് പറഞ്ഞാലും ആക്സിഡൻറ്റ് ഉണ്ടാവും. അതിന് കിയ സെൽട്ടോസ് ആണെങ്കിലും ടാറ്റ ഹാരിയർ ആണെങ്കിലും പിന്നെ ഹുണ്ടയുടെ വെന്യൂ ആണെങ്കിലും ടാറ്റയുടെ പഞ്ചാണെങ്കിലും ഒരു നമ്മുടെ കൺട്രോളിനപ്പുറത്ത് പോകുന്ന സാഹചര്യങ്ങളിൽ ആക്സിഡൻ്റ് ഉണ്ടാകും. ഇപ്പം ഈ മുറിഞ്ഞകലിലുണ്ടായ ആക്സിഡൻ്റ് എന്താ, രാത്രി മൊത്തം ഓടിച്ചു എന്നുള്ള ഒരു കുറ്റമാണ് അവരെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മനുഷ്യൻ്റെ ശരീരം ഒരു ഫാക്ടറിയാണ്. ഇത് ഒരു നമ്മുടെ കൺട്രോളിനപ്പുറത്തും ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ നടക്കും. നമ്മൾ സ്ഥിരം 10 മണിക്ക് ഉറങ്ങി 6 മണിക്ക് എഴുന്നേൽക്കുന്നവരാണെങ്കിൽ ഏതെങ്കിലും ഒരു രാത്രി എഴുന്നേറ്റിട്ട് അങ്ങ് ഉറക്കളയ്ക്കുന്നത് അത്ര ശുഭകരമല്ല. എന്ന് പറഞ്ഞാൽ അങ്ങനെ പരിചയമുള്ള ഈ നൈറ്റ് ഡ്യൂട്ടി ചെയ്ത് പരിചയമുള്ള ഡ്രൈവറെ സംബന്ധിച്ചിടത്തോളം അവർ പക കിടന്നുറങ്ങും. അപ്പോൾ ഈ സംഭവത്തിൽ നടന്നത്, അവർ പോയി തിരിച്ചു വന്നു. ഇനിയും 6 കിലോമീറ്ററേ ഉള്ളൂ. എന്നാൽ ഇനിയിപ്പം 8 കിലോമീറ്റർ ഉണ്ട്, മുറിഞ്ഞകല്ലിലായി, നമ്മളങ്ങ് എത്തുമെന്ന് വിചാരിച്ചു. പക്ഷെങ്കിൽ അതിനകത്ത് മനസ്സിലാക്കേണ്ടത്, അതിനകത്ത് ഇരുന്ന ജനമെല്ലാം ഉറക്കമായിരുന്നു. ഉറങ്ങിയ ജനം ആ ഓടിച്ചവനെ കൂടെ ഉറങ്ങാൻ പ്രേരിപ്പിച്ചു. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ എനിക്ക് ഇപ്പോൾ മാറി വരുന്ന കാലയളവിൽ 2015 കഴിഞ്ഞ് രാത്രി യാത്രകളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ കേരളത്തിലുള്ള കാലത്ത് ചെറുപ്പത്തിൽ രാത്രിയിൽ അങ്ങനെ ആരും യാത്ര ചെയ്തില്ല. അന്ന് കള്ളനെ പേടിച്ചും പിന്നെ പിടിച്ചുപറിക്കാരെ പേടിച്ചും യാത്രകൾ കുറവായിരുന്നു. എന്നാൽ ഇന്ന് കേരള പോലീസും പിന്നെ ടെക്നോളജിയും CCTVയും പിന്നെ ക്യാമറകളും ഡാഷ് ക്യാമും ഒക്കെ ഉള്ളത് കൊണ്ട് ഒത്തിരിയൊക്കെ വഴികൾ സുഗമമായി നമുക്ക് ശരിയായിട്ട് യാത്ര ചെയ്യാം. പക്ഷെങ്കിൽ ഒരു നീണ്ട യാത്രയ്ക്ക് മുമ്പ് നമ്മൾ ചില തയ്യാറെടുക്കേണ്ടത് ആവശ്യമാണ്. ഒന്ന്, നമ്മൾ തന്നെ സ്വന്തക്കാർ തന്നെ വണ്ടി ഓടിക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് വണ്ടി അറിയാവുന്ന അല്ലെ ഓടിക്കാൻ അറിയാവുന്ന 2 പേര് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. 2, നമുക്ക് നമ്മൾ ഓടിക്കുന്ന വാഹനത്തെക്കുറിച്ചൊരു ബോധ്യമുണ്ടായിരിക്കണം. നമ്മളൊരു ഡെലിക്കേറ്റ് വാഹനം, ആൾട്ടോയോ ഷെവർലെറ്റ് സ്പാർക്ക്, ഇങ്ങനെയുള്ള കൊച്ചു ബീറ്റ്, ഷെവർലെറ്റിൻ്റെ ബീറ്റ്, ഇങ്ങനെയുള്ള കൊച്ചു വണ്ടികളൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ വാഗനാറ ഉപയോഗിക്കുന്നത്, നമ്മൾ വളരെ ശ്രദ്ധയുള്ളായിരിക്കും. ഇതെവിടെയെങ്കിലും ഒന്ന് ചെന്നൊന്നു വലിയ അപകടമൊന്നും ഉണ്ടാകണ്ട, ചെറുതായിട്ടൊന്ന് മുട്ടുകയോ ഇടിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ പോലും ആൾക്കാർക്ക് വമ്പൻ
പരിക്കുകളോ പിന്നെ ബുദ്ധിമുട്ടുകളോ ഉണ്ടാകും. ഒന്ന്, നമ്മൾ ദൂരെ യാത്രയ്ക്ക് ചെല്ലുമ്പോൾ നമ്മുടെ ബ്രേക്ക് ശരിയാണെന്ന് ശ്രദ്ധിക്കുക, നമ്മുടെ വണ്ടിയിൽ കൂളൻ്റ് ശരിയായിട്ടുണ്ടെന്ന് ശ്രദ്ധിക്കുക, ബ്രേക്ക് ഫ്ലൂയിഡൊക്കെ ശരിയാണെന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു കടക്കാരനെ കൊണ്ട് കൊടുത്തിട്ട് മോനെ ഇതങ്ങ് സർവീസ് ചെയ്തേക്കണമെന്ന് പറയുന്നതിനേക്കാൾ അപ്പുറമായിട്ട് നമുക്ക് നമ്മുടെ വണ്ടിയെക്കുറിച്ച് ഇത്ര അറിവുണ്ടായിരിക്കേണ്ട ആവശ്യം. ചിലരൊക്കെ ബ്രേക്ക് പാഡ് തീർന്നാൽ പോലും അവരുടെ വണ്ടിയുടെ ബ്രേക്ക് പാഡ് തീർന്നെന്ന് അറിയത്തില്ല. അതെവിടെങ്കിലുമൊക്കെ പോയി ചവിട്ടി കഴിഞ്ഞ് കിട്ടാതെ വരുമ്പോഴാണ് അയ്യോ എനിക്ക് ബ്രേക്ക് ഇല്ല എന്ന് മനസ്സിലാകുന്നത്. ചില സാഹചര്യത്തിൽ ബുദ്ധിമുട്ടുകളുണ്ടാവും. ഒരിക്കൽ ഞാനിവിടുന്ന് ഒറീസയിലെ സംബൽപൂരിൽ നിന്ന് റാഞ്ചിക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ടോർപ്പ എന്ന് പറഞ്ഞ സ്ഥലത്തിനടുത്ത് വന്നപ്പോൾ എൻ്റെ മോനെ ഓടിച്ചുകൊണ്ടിരുന്നത്. അവനോട് പറഞ്ഞു, പപ്പ വണ്ടിയുടെ ബ്രേക്ക് കുറവാണ് കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ സ്റ്റിയറിംഗ് വിട്. ഞാൻ ഓടിച്ചപ്പോൾ എനിക്കും മനസ്സിലായി സംഗതി വഷളായി, ഇതിൻ്റെ ബ്രേക്ക് ബിൽക്കുൽ തീരെ ഇല്ല എന്ന് മനസ്സിലായി. ഞങ്ങളവിടെ ടോർപ്പായിൽ ഒരു മെക്കാനിക്കിനെ കൊണ്ട് കാണിച്ചു. മെക്കാനിക്ക് പറഞ്ഞു, സാറേ, അവനതെല്ലാം കൂടെ ഫ്ലൂയിഡൊക്കെ ചാടിച്ച് നോക്കിയിട്ട് ഓടിച്ചിട്ട് പറഞ്ഞു, സാറേ ക്ഷമിക്കണം, ഇതിൻ്റെ മാസ്റ്റർ സിലിണ്ടർ പോയാന്ന് പറഞ്ഞു. അവിടുന്ന് എങ്ങനെയോ തട്ടിമുട്ടി ഞാൻ ആ വണ്ടി റാഞ്ചിയിലെത്തിച്ചു. ഷെവർലെറ്റിൻ്റെ ഷോറൂമിൽ ഇട്ടിട്ട് പിന്നെ ഞങ്ങളങ്ങ് അവിടുന്ന് UP-യിലല്ല ലക്നോയ്ക്ക് പോയി. അപ്പം നമ്മൾ ഒത്തിരി അത് എൻ്റെ നിന്ന് വന്ന തെറ്റ. എന്താണെന്നറിയാമോ, ഞാൻ ആ വണ്ടിക്ക് .4 എന്ന ബ്രേക്ക് ഫ്ലൂയിഡ് ഒഴിക്കേണ്ട സ്ഥലത്ത് ഞാൻ മിക്കവാറും .3 ബ്രേക്ക് ഫ്ലൂയിഡാണ് ഒഴിച്ചുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെയാണ് ഞാൻ തന്നെയാണ് അതിൻ്റെ മാസ്റ്റർ സിലിണ്ടർ നശിക്കാൻ കാരണമായി തീർന്നത്. അപ്പം അതെനിക്ക് അറിവില്ലായിരുന്നു, അത്രയും ശ്രദ്ധിച്ചില്ല. .4 ഒഴിക്കാവൂ എന്നുള്ള ആ ശ്രദ്ധ എന്നിൽ നിന്ന് പോയത് കൊണ്ടാണ് എൻ്റെ വണ്ടിയുടെ ബ്രേക്ക് സിലിണ്ടർ, മാസ്റ്റർ സിലിണ്ടർ പൊട്ടിയത്. അപ്പം നമ്മൾ ബ്രേക്ക് കുറവുണ്ടെന്ന് തോന്നുമ്പോൾ നമ്മളത് നിർത്തി യാത്ര തുടരാതിരിക്കുക. അല്ലെങ്കിൽ വണ്ടിയുടെ ടയർ പ്രഷർ, ചിലരൊക്കെ അങ്ങ് അടിച്ചു കയറ്റും ടയർ പ്രഷർ. എന്നിട്ട് എന്ത് ചെയ്യും, അത് പിന്നെ കാറ്റ് കൂടുന്ന സമയത്ത് അത് പൊട്ടാനും പൊട്ടിച്ചെതറാനും ഇടയാവും. ഒരു ടയറിൻ്റെ ലൈഫ് ഉണ്ടാക്കിയ റേറ്റിൽ നിന്ന് 5 വർഷത്തേക്കാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു വണ്ടിയുടെ ടയർ നിങ്ങൾ വാങ്ങിക്കാൻ പോകുന്നെങ്കിൽ അത് പെട്ടെന്ന് ശ്രദ്ധിക്കേണ്ടത് മാനുഫാക്ചറിങ് ഡേറ്റ് ശ്രദ്ധിക്കണം. ആ മാനുഫാക്ചറിങ് ആ വർഷത്തെ എന്ന് പറഞ്ഞാൽ ഇത് 2024 ആണെങ്കിൽ 24 തന്നെ ടയർ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മുടെ നാട്ടിലൊക്കെ പല വീടുകളിലും വണ്ടിയൊന്നും അധികം ഓടുന്നില്ല. വല്ലപ്പോഴും മക്കൾ വരുമ്പോൾ ഒരു നെടുമ്പാശ്ശേരിയോ ഒരു തിരുവനന്തപുരമോ അല്ലെങ്കിൽ 2 പുഷ്പഗിരിയോ ഒന്നല്ലെങ്കിൽ ബിലീവേഴ്സ് മെഡിക്കൽ കോളേജോ ഒരു 6-7 പ്രാവശ്യം സ്വന്തക്കാരുടെ വീട്ടിൽ പോകുന്നതല്ല, നാട്ടിൽ നിന്നും വണ്ടിയൊന്നും അധികം ഓടുന്നില്ല. ഇങ്ങനെ വീട്ടിൽ കിടക്കുക, പല വണ്ടികൾ ഇങ്ങനെ തുടച്ച് തൂത്തൊക്കെ ഇട്ടേക്കുക. അപ്പോൾ ഈ 5 വർഷം കഴിഞ്ഞ ടയറാണെന്ന് പറഞ്ഞാലും നമുക്കൊന്നും വിശ്വാസമല്ല. ഈയിടെ ഞാൻ ഞങ്ങളുടെ വീട്ടിലെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവറോട് ചോദിച്ചു, ബിനു എത്ര നാളായി ഈ ടയർ? വച്ചാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല ടയറാണെന്ന് തോന്നുന്നത്, അതിൻ്റെ മാനുഫാക്ചറിങ് ഒന്നും അവനൊരു പ്രൊഫഷണൽ ഡ്രൈവറാണ്. ഞാൻ നാട്ടിൽ വന്നു, കേരളത്തിൽ വന്നു, ഞാൻ വണ്ടി എടുത്തുകൊണ്ട് കുറച്ച് ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. ഞാൻ പത്തനംതിട്ട ടൗണിൽ വണ്ടി ഓടിക്കുമ്പോൾ ഉണ്ട്, പത്തനംതിട്ട മലയാള മനോരമയുടെ ഓഫീസിൻ്റെ ഫ്രണ്ടിൽ വെച്ച് ഫ്രണ്ട് ടയർ അങ്ങ് ബേസ്റ്റായിപ്പോയി. അതെന്തായാലും ദൈവകൃപ കൊണ്ട് 30 കിലോമീറ്റർ സ്പീഡിലായതുകൊണ്ട് എനിക്ക് വണ്ടി കൺട്രോൾ ചെയ്യാൻ പറ്റി. അന്ന് തന്നെ ഞാൻ 4 ടയറും ബ്രിഡ്സ്റ്റോണിൻ്റെ ടയർ വാങ്ങിച്ചിട്ട് ഞാൻ അന്ന് തൊട്ട് പിന്നെ വണ്ടി ഞാൻ എൻ്റെ ഷോക്കറൊക്കെ മാറി വണ്ടി ഉപയോഗിക്കാൻ തുടങ്ങി. ഇപ്പോൾ പല വണ്ടിയുടെയും ടയറുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക, എത്ര നാളായ ടയറായിട്ടുകൊണ്ടിരിക്കുന്നത്. 5 വർഷത്തിൽ കൂടുതൽ പഴയ ടയറാണെങ്കിൽ അതിൻ്റെ കട്ട തേഞ്ഞില്ലയോ എന്നല്ല, കട്ടയിലല്ല ടയറിൻ്റെ ബലം ഇരിക്കുന്നത്, അതിനകത്ത് ത്രെഡുണ്ട്, അതിനകത്തൊരു ലോഹയുണ്ട്, അങ്ങനെ ഒരു സ്ട്രിങ് ഉണ്ട്. ആ സ്ട്രിങ്ങിൻ്റെ ബലം ഒരു 4-5 വർഷം കഴിയുമ്പോൾ ആ ഇരുമ്പ് അതിൻ്റെ ബലം നഷ്ടപ്പെടുകയും ടയർ വേവ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഈ യാത്ര ചെയ്യുന്നിടത്ത് ടയർ തിരിക്കുന്നിടത്ത് ചിലപ്പം വണ്ടിയുടെ ടയർ കിട്ടത്തില്ല. പിന്നൊന്ന്, നമ്മൾ വണ്ടികൾ എല്ലാ 3-4 മാസം കൂടുമ്പോൾ, അല്ലെങ്കിൽ ഓടാത്ത വണ്ടിയാണെങ്കിൽ 6 മാസത്തിലൊരിക്കൽ, ഓടുന്ന വണ്ടിയാണെങ്കിൽ 3 മാസത്തിലൊരിക്കൽ എങ്ങനെയാണെങ്കിലും അതിൻ്റെ അലൈൻമെൻറ്റ് ശരിയാണോ എന്ന് നോക്കുക. അലൈൻമെൻറ്റ് ശരിയല്ലെങ്കിൽ
അതിന് ബാലൻസിന് വ്യത്യാസം വരും, നമ്മൾ ഉദ്ദേശിക്കുന്നിടത്തൂടെ വണ്ടി പോകാതെ വരും, വണ്ടി ചിലപ്പോൾ ഒരു സൈഡിലോട്ട് വലിച്ചു മാറ്റാൻ ഇടയായി തീരും. അപ്പോൾ വാഹനം ചുമ്മാ ഡീസൽ ഒഴിച്ചോ പെട്രോൾ ഒഴിച്ചോ ഓടിക്കുന്നത് കൊണ്ട് അത് വണ്ടി ഓടുന്നു മൈലേജ് കിട്ടുന്നു എന്നല്ല, വണ്ടിയിൽ അതിൻ്റെ അലൈൻമെൻറ്റ് ശരിയാണോ, അതിൻ്റെ റൊട്ടേഷൻ ശരിയാണോ, അതിൻ്റെ ടയർ ലൈഫ് ശരിയാണ്. അപ്പോൾ നമ്മൾ എത്ര 15 ലക്ഷത്തിൻ്റെ വണ്ടിയോ 8 ലക്ഷത്തിൻ്റെ വണ്ടിയോ, ടയറിൻ്റെ ടയറാണ് റോഡിൽ നിൽക്കുന്നത്. അപ്പം നല്ല ടയർ വാങ്ങിക്കുക. ടയർ വാങ്ങിക്കുമ്പോൾ ഒരിക്കലും വില കുറഞ്ഞ ടയർ വാങ്ങിക്കാതിരിക്കും. ഇതാണ് എനിക്ക് നിങ്ങളോടുള്ള അപേക്ഷ. എനിക്ക് നല്ലൊരു ടയർ വാങ്ങിക്കാൻ കഴിയാത്ത കാലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ കാലങ്ങളിൽ ഞാൻ സെക്കൻഡ് ഹാൻഡ് ടയർ വാങ്ങിച്ചിട്ട കാലമുണ്ട്. എന്നാൽ കഴിയുമെങ്കിൽ നല്ല ടയറുകൾ, അതായത് ബ്രിഡ്സ്റ്റോണ്, യോക്കോഹാമ, ഞാൻ ഏറ്റവും അഡ്വൈസ് ചെയ്യുന്ന ടയർ യോക്കോഹാമയാണ്. അതും കിട്ടുന്നില്ലെങ്കിൽ ഗുഡിയർ. ഈ 3 ടയറുകൾ അല്ലെങ്കിൽ പിന്നെ ഉണ്ട് നല്ല ടയർ. അപ്പോൾ നമ്മൾ പറയും ഇത്രയും വലിയ വിലയുടെ ടയർ വാങ്ങിക്കണോ, JK ടയർ വാങ്ങിച്ചിട്ടാൽ പോരെ, MRF വാങ്ങിച്ചിട്ടാൽ പോരെ. ഞാൻ പറയട്ടെ, ഞാൻ ഇരിക്കുന്ന വണ്ടിയിൽ MRFിൻ്റെ 2 ടയർ വാങ്ങിച്ചു. 2 പൂത്തല്ല, 2 കൊല്ലം ആയില്ല, അതിൻ്റെ പകുതി കട്ട പോലും തേഞ്ഞില്ല, അത് 2 പ്രാവശ്യം പഞ്ചറായി. അതേസമയം എൻ്റെ കയ്യിൽ എനിക്ക് ഓർമ്മയില്ല അത് ഏത് മോഡലാണ്, ടയറിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. ഈ കൊറിയയുടെ ഒരു ടയറായിരുന്നു എൻ്റെ പഴയ വണ്ടിയിൽ കിടന്ന്. 6 വർഷം ഞാൻ ആ വണ്ടി ഉപയോഗിച്ചു, 70,000 കിലോമീറ്റർ ഓടിച്ചു, ഒരിക്കലും എൻ്റെ ടയർ പഞ്ചറായിട്ടില്ല. അപ്പം ടയർ നല്ലതാണ്, അതിന് കട്ടയുണ്ട്, അത് പഴയതല്ല എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ ബ്രേക്ക് പാഡ് പുതിയതാണോ, ബ്രേക്ക് ശരിയാണോ എന്നൊക്കെ ശ്രദ്ധിക്കണം, അലൈൻമെൻറ്റ് ശരിയാണോ എന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മൾ വെളിയിൽ നിന്ന് കാണുന്ന സൗന്ദര്യമല്ല, വണ്ടിയുടെ അടിയിലും കുറേ സൗന്ദര്യമുണ്ട്. പലരും ഓർക്കും വണ്ടിയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് വണ്ടിയുടെ പെയിൻറ്റിൻ്റെ സൗന്ദര്യമാണ്. അത് മാത്രമല്ല വണ്ടിയുടെ സൗന്ദര്യം, വണ്ടിയുടെ ഷോക്കറൊക്കെ നല്ലതാണ്. ഷോക്കർ ഇരിക്കുന്ന ഷോക്കറാണെങ്കിൽ, അല്ലെങ്കിൽ ഷോക്കർ ശരിക്കും വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ഓർക്കും 2500-3000 രൂപ ആവുമല്ലോ, മാറിയാലെങ്ങനെയാവും പറ്റുന്നത്. അത് ഒക്കെ നമ്മൾ അപ് ടു ഡേറ്റ് ചെയ്തിടുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് വാഹനം വിശ്വസിച്ച് റോഡിൽ ഓടിക്കുകയും ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ ഉറക്കത്തിൻ്റെ സംഭവം വേറൊന്ന്. നമ്മൾ ഈ വണ്ടി മുറിഞ്ഞകല്ല സംഭവം പറയുന്നത് ആ ബസ്സേലോട്ട് പോയി ഇടിച്ചു എന്ന്. ആർക്കറിയാം ആ മനുഷ്യൻ ഉറങ്ങിപ്പോയെന്ന് നമ്മൾ പറയുന്നു, അഥവാ ആ വണ്ടിയുടെ സ്റ്റിയറിങ്ങിൻ്റെ എൻഡ് പോയെന്ന് നമ്മളെങ്ങനെ അറിയുന്നു? ആ വണ്ടി പഴയൊരു 13 മോഡലും കണ്ടൊരു ഡിസയറായിരുന്നു. ആ ഡിസയറിന് കാരണം ഞാൻ നിങ്ങളോട് പറയുന്നത്, ഞാൻ ഈ മാരുതി 2 പ്രാവശ്യം ഉപയോഗിച്ചതാണ്. അതോടുകൂടി ഞാൻ മാരുതി നിർത്തി. പിന്നെ ഞാൻ ഷെവർലെറ്റ് ഒപ്ട്ര മാഗ്ന ഉപയോഗിച്ചു 6 വർഷം. അത് കഴിഞ്ഞ് ഞാൻ ഈ ഇരിക്കുന്നൊരു എക്കോസ്പോർട്ടാണ്. അപ്പം ഫോർഡിൻ്റെ വണ്ടികൾ ഇച്ചിരി ചിലവുണ്ട്, വലിയ ചിലവൊന്നുമില്ല. ഒരു ഫോർഡിൻ്റെ സെക്കൻഡ് ഹാൻഡ് വണ്ടി കിട്ടുമെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ പാർട്സ് ഒന്നും കിട്ടും, പാർട്സ് കിട്ടുന്നുണ്ട്, ആവശ്യത്തിന് പാർട്സ് കിട്ടുന്നുണ്ട്, ഒന്നും കിട്ടാതിരിക്കുന്നില്ല. അതൊക്കെ ചുമ്മാ ആൾക്കാർ പറഞ്ഞ് പേടിപ്പിക്കുന്നതാണ്. ഷെവർലെറ്റിൻ്റെ സാധനങ്ങൾക്ക് പ്രയാസമുണ്ടായിരുന്നു. ഞാൻ ഷെവർലെറ്റിൻ്റെ സാധനം ഡൽഹിയിൽ നിന്ന് വരുത്തി, ഓൺലൈനിൽ വരുത്തി, ഒരു കടക്കാരനുമായിട്ട് സെറ്റ് ചെയ്ത് ഡൽഹിയിൽ നിന്ന് വരുത്തിയായിരുന്നു ഞാൻ സാധനങ്ങൾ മാറുന്നത്. അത് ഒത്തിരി ബുദ്ധിമുട്ടാണ്. ഷെവർലെറ്റിൻ്റെ സാധനങ്ങൾക്ക് ഇനി സ്പെയർ കിട്ടത്തില്ല. അതുപോലെ തന്നെ നല്ലതാണ് മഹീന്ദ്രയുടെ പല വണ്ടികളും നല്ലതാണ്. XUV 300 നല്ലതാണ്. XUV 500 വാങ്ങിക്കരുത്. XUV 500 അതത്ര സ്ട്രോങ് വണ്ടിയല്ല, കാണാൻ വലിയ പടപ്പം വണ്ടിയാണല്ലോ. എവിടെയെങ്കിലും ഞാൻ 1-2 പ്രാവശ്യം എൻ്റെ ആക്സിഡൻറ്റ് കണ്ടിട്ടുണ്ട്. അത് എവിടെയെങ്കിലും പോയി മുട്ടിക്കഴിഞ്ഞാൽ പിന്നൊന്നും ബാക്കി കാണത്തില്ല, പടപ്പം കൊട്ടാരം പോലെ ഇരിക്കും. എന്നാലും അത് ഒരു കാശിന് കൊള്ളുന്ന വണ്ടിയല്ല. XUV 300 നല്ലതാണ്. എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വണ്ടിയിൽ ഞാനിന്ന് യാത്ര ചെയ്തു. ആ വണ്ടി ഇരിക്കാൻ ഏറ്റവും നല്ല സിറ്റിംഗ് പൊസിഷനാണ് XUV 300ൻ്റെ. അല്ലെങ്കിൽ ടയോട്ടയുടെ വണ്ടികൾ വാങ്ങിക്കുക, ഇല്ലെങ്കിൽ ഹുണ്ടയുടെ വണ്ടികൾ വാങ്ങിക്കുക, ഇല്ലെങ്കിൽ നിസാൻ്റെ വണ്ടികളാണെങ്കിലും കുഴപ്പമില്ല. ആൾക്കാർ പറയും നിസാൻ്റെ പാർട്സ് ഒന്നും കിട്ടുന്നില്ല. നിങ്ങൾ കുഗ്രാമങ്ങളിലൊന്നുമല്ല താമസിക്കുന്നെങ്കിൽ നിസാൻ്റെ പാർട്സൊക്കെ ഇപ്പോൾ കിട്ടും. ബൂഡോമോ എന്ന് പറയുന്നൊരു സൈറ്റുണ്ട്. ആ സൈറ്റിൽ കൂടെ നമ്മൾ ഓർഡർ ചെയ്താൽ ഈ പറയുന്ന വണ്ടികളിലൊക്കെ സാധനങ്ങൾ കിട്ടും. അപ്പം നമ്മൾ ഒരു കാര്യം, ഇങ്ങനെ ഈ യാത്രയൊക്കെ ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്നും നിർത്തുന്നതല്ല. നമുക്ക് എപ്പം ക്ഷീണം തോന്നുമെന്ന് വിചാരിച്ചോ, ആ ക്ഷീണം തിരിക്കുമ്പോൾ എങ്ങോട്ടാണ് നിർത്തുന്നത്? നാട്ടിലെ ചോദ്യം, അവിടെ എല്ലാം റബ്ബർ തോട്ടമല്ല ഉള്ളൂ. അപ്പോൾ ഏറ്റവും നല്ല നിർത്താൻ പറ്റുന്ന സ്ഥലമെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പെട്രോൾ പമ്പാണ്. രാത്രി വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ശരി, അവിടെ എവിടെയെങ്കിലും സെക്യൂരിറ്റി ഗാർഡ് കാണും,
അപ്പോൾ അതിൻ്റെ മുന്നിലോട്ട് അതിൻ്റെ സൈഡിലോട്ട് നിർത്തി ഒന്ന് ഇറങ്ങി അവിടുത്തെ ബാത്റൂമിൽ പോയി അവിടുത്തെ ബാത്റൂമിലൊക്കെ ഒന്ന് പോയി മുഖമൊക്കെ ഒന്ന് കഴുകി അവിടെ അടുത്ത് പിന്നെ വിട്ടിട്ട് അടുത്ത പിന്നെ ചായക്കടയുണ്ടെങ്കിൽ ചായക്കടയിൽ നിന്ന് ചായ ഒക്കെ കുടിച്ച് കോഫിയൊന്നും കുടിക്കല്ല, കോഫി കുടിച്ചാൽ ഉറക്കം വരും. ചായ കുടിക്കണം, കട്ടൻ ചായ എന്നാൽ കട്ടൻ ചായ, അല്ലെങ്കിൽ ചൂയിങ്ങ വിട്ട് ചവയ്ക്കാൻ പറ്റുന്നവരാണ് വായിലിട്ട് ചൂയിങ്ങ വിട്ട് ചവച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഓടിക്കുന്ന കൂട്ടത്തിൽ രാത്രിയിൽ ഒരു ലൈറ്റിൽ ഓടിക്കാതിരിക്കുക. ഇപ്പോൾ ഡിമ്മിൽ ഓടിച്ചിട്ട് ആ മുന്നിലൊരു വളവാണ് വരുന്നെങ്കിൽ ആ വളവ് ശരിക്കും കാണാൻ വേണ്ടി ബ്രൈറ്റ് അടിക്കുക. വളവ് ശരിക്കും പഠിച്ചു കഴിഞ്ഞിട്ട് അവിടുന്ന് വണ്ടി വരുന്നുണ്ട്, പിന്നെ അത് ഡിമ്മാക്കും. അപ്പം നമ്മൾ ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കും, കൈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും, കാല് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഒരു ഗിയറിൽ തന്നെ വണ്ടി ഇങ്ങനെ ഇട്ട് ഓടിക്കാതിരിക്കുക. 4-ാമത്തെ ഗിയറിൽ 5-ാമത്തെ ഗിയറിൽ കയറ്റി അവിടുത്തെ തന്നെ പിടിപ്പിക്കുക. കുറേ കയറ്റം വന്നേലും ആ ഗിയറിൽ തന്നെ ഇട്ട് വണ്ടിയെ വലിപ്പിക്കുക. ഇല്ല, വണ്ടിയുടെ എൻജിൻ്റെ ശബ്ദം നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക. വണ്ടി പറയുക അയ്യോ ഇതെനിക്ക് ഭാരം കൂടുതൽ, അല്ലെങ്കിൽ നമ്മുടെ കണ്ണിന് മുമ്പിൽ RPM മീറ്ററിൽ RPM കൂടുന്നുണ്ടെങ്കിൽ, റണ്ണിങ് പെർ മിനിറ്റ് കൂടുന്നുണ്ടെങ്കിൽ ഗിയർ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ 5-ൽ നിന്ന് 4-ലോട്ട് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ 4-ൽ നിന്ന് 3-ലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഗിയർ ഷിഫ്റ്റിംഗ് ഒക്കെ നടത്തുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റി ചെയ്യും. ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നമുക്ക് ഉറക്കം വരുന്ന കാര്യം അത്ര പെട്ടെന്ന് ഉറക്കം വരത്തില്ല. പിന്നെ ഇടയ്ക്കൊക്കെ അങ്ങോട്ട് കണ്ണു വെട്ടിച്ച് നല്ല സ്ട്രെയിറ്റ് റോഡാണെങ്കിൽ 1 സെക്കൻഡ് നേരത്തെ വെളിയിലോട്ടൊക്കെ നോക്കുക, ഇടത്തോട്ടൊന്ന് നോക്കുക, വലത്തെ കണ്ണാടിയിലൊന്ന് നോക്കുക. അപ്പം നമുക്ക് ഈ റോഡ് ഫോബിയായി മാറ്റി കിട്ടുവാനായി സാധിക്കും. പിന്നെ നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും ചില സമയത്ത് അൺടുവേർഡ് ഇൻസിഡൻറ്റ്, അല്ലെങ്കിൽ നമ്മുടെ മുമ്പിലോട്ട് വല്ലവനും വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഈ വണ്ടി ഓടിക്കുമ്പോൾ വണ്ടിക്കകത്തോട്ട് ശ്രദ്ധിക്കരുത്. ഇപ്പം ഞാനിവിട്ടിരുന്ന് എൻ്റെ ഈ പാട്ടിൻ്റെ സൗണ്ട് കുറയ്ക്കാനാണെങ്കിലും ബട്ടൺ ഞാൻ തപ്പാൻ പോകരുത്. AC ആണെങ്കിലും AC-യുടെ നോബ് തപ്പാനായിട്ട് ഞാൻ മുന്നോട്ട് കണ്ണു നോക്കിയിട്ട് ഞാൻ ഈ ബട്ടൺ കാണാപ്പാടമായിരിക്കണം കൈ കൊണ്ട് തപ്പിയാൽ എവിടെയാണ്. ഗിയർ ലിവറും എനിക്ക് ലിവറിലോട്ട് നോക്കി ലിവർ ചേഞ്ച് ചെയ്യരുത്. പലരും എങ്ങനെയാണ് ചെയ്യുന്നത്, ലിവർ എവിടെയാണ് നോക്കിയാണ് ചെയ്യുന്നത്. കാരണം ആ വണ്ടിയെ വ്യക്തിക്ക് പുതിയതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ പുതിയ വണ്ടിയാണെങ്കിൽ ഇച്ചിരി ദൂരം പതുക്കെ ഓടിച്ച് ഒരു 10-20 കിലോമീറ്റർ വണ്ടിയുമായിട്ടൊന്ന് സെറ്റായ ശേഷമേ ആ വണ്ടിക്ക് കാല് കൊടുത്ത് സ്പീഡിൽ വിടാവൂ. നമ്മൾ പിന്നെ ഇതിനെല്ലാം അപ്പുറമായിട്ട് ഈശ്വരാധിക്യം, ഒരു ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൂടെ വഴിയിൽ വേണം. രാത്രി യാത്ര എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വളവിനെക്കുറിച്ച് നിങ്ങൾക്ക് ഇവിടുന്ന് ലൈറ്റ് അടിച്ച് നോക്കിയിട്ട് അത് മനസ്സിലാവുന്നില്ല, വണ്ടി പെട്ടെന്ന് സ്ലോ ചെയ്യുക. ബ്രേക്ക് ചെയ്യേണ്ട, ആക്സിലേറ്ററിന് കൈ എടുത്തിട്ട് ചെറിയതായിട്ടൊന്ന് ബ്രേക്ക് അല്ലെന്ന് ചെറുതായിട്ടൊന്ന് കാല് കൊടുക്കുക. എന്നിട്ട് ശരിക്കും വളവ് മനസ്സിലാക്കി എന്നുറപ്പ് വരുത്തുമ്പോഴത്തേക്ക് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് 2 സെക്കൻഡ് കൊണ്ട് 3 സെക്കൻഡ് കൊണ്ടോ വളവിന് വണ്ടി ചെല്ലും. എന്നിട്ട് ആ വളവ് തിരിയുക. പലരും വളവ് മനസ്സിലാക്കാതെ എന്ത് ചെയ്യും, വളവിന് ഓർക്കും ഇവിടെ നോക്കുന്നുണ്ടെങ്കിൽ ചെറിയ വളവാന്ന് ഓർക്കും, ചെറുതായിട്ടൊന്ന് ആ വളവിൻ്റെ അവിടെ ചെന്ന് വളയ്ക്കും. അപ്പോഴാണ് പുള്ളി മനസ്സിലാക്കിയത് ഭയങ്കര ഒരു വളവാണ്. പുള്ളി അവിടെ നിന്ന് ബ്രേക്ക് ചെയ്യും, വണ്ടി വലത്തോട്ട് മറിയും. അപ്പോൾ നമ്മൾ ഉറപ്പില്ലാത്ത പുതിയ വഴികളിൽ യാത്ര ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് യാത്ര ചെയ്യുക. ഞാനും രാത്രിയിൽ ഈ ഷെവർലെറ്റ് ഓപ്ട്ര മാഗ്നം കൊണ്ടൊക്കെ ഞാൻ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. 130, 120-ലൊക്കെ UP-യിൽ യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഹൈവേ അല്ല, നല്ല ക്ലിയറായിട്ട് എനിക്ക് കാണാം, എനിക്കും അറിയാം. വഴിയിൽ വണ്ടികളൊന്നുമില്ല, വണ്ടിയുടെ 4 ടയറും നല്ലതാണ്, ബ്രേക്ക് നല്ലതാണ്. ഞാൻ കോൺഫിഡൻസ് ഉണ്ട് എങ്കിൽ മാത്രം. കേരളത്തിലെല്ലാം ഈ വളവും നമ്മുടെ നാട്ടിലെല്ലാം ഇങ്ങനെയാണല്ലോ. നമ്മുടെ അപ്പച്ചന്മാരുടെ കുഴപ്പമാണ്. നമ്മുടെ വലിയപ്പച്ചന്മാർ എൻ്റെ അയ്യത്തൂടെ കയറി, അവൻ്റെ അയ്യത്തൂടെ കയറി, ശ്രീധരൻ്റെ അയ്യത്തൂടെ, പിന്നെ ജോർജിൻ്റെ അതിരെ കൂടെ, അവൻ്റെ വളവിനൂടെ, ഇങ്ങനെയായിരുന്നു നമ്മുടെ നാട്ടിലെല്ലാം റോഡ് വെട്ടാൻ സമ്മതിച്ചിരുന്നത്. അതുകൊണ്ട് നേരെ റോഡുകളൊന്നുമില്ല കേരളത്തിൽ. അപ്പോൾ നമ്മളുടെ എല്ലാം വളവും തിരിവുമുള്ള റോഡുകളായതുകൊണ്ട് കഴിവതും നാട്ടിൻ പ്രദേശത്ത് സ്ലോ ആയിട്ട് പോവാം. ഈ പുനലൂർ മൂവാറ്റുപുഴ റോഡ് നല്ല റോഡാണ്. ഞാൻ ഈ പ്രാവശ്യം എനിക്ക് തോന്നുന്നൊരു 250-300 കിലോമീറ്റർ ഓടിച്ച റോഡാണ്. നല്ല റോഡാണ്. മര്യാദയ്ക്ക് പിന്നെ നമ്മൾ മര്യാദ സ്പീഡ് ഒരു 55 കിലോമീറ്റർ സ്പീഡിൽ നിൽക്കാമെങ്കിൽ നല്ല റോഡ്. 55-60 മേളിൽ പോകാതിരിക്കാമെങ്കിൽ വളവും തിരിവൊക്കെ നമുക്ക് സുഖമായിട്ട് എടുക്കാം. നമ്മുടെ മുമ്പിലുള്ള വണ്ടി ശ്രദ്ധിച്ച് നമ്മൾ യാത്ര ചെയ്യുക. നമ്മുടെ ഓപ്പോസിറ്റിൽ നിന്ന് ആരെങ്കിലും വന്നാൽ ശരിക്കത് ജഡ്ജ് ചെയ്യുക. നമ്മുടെ ഓപ്പോസിറ്റിൽ നിന്ന് വരുന്ന വണ്ടി ഏത് ആംഗിളിലാണ് കയറി വരുന്നത്, അവൻ്റെ ഫ്രണ്ട് ടയറും ബാക്ക് ടയറും എവിടാ എന്ന് ശ്രദ്ധിക്കുക. നാട്ടിൽ പലരുടെയും എന്തോ പറ്റുന്നത് KSRTC-യുടെ പുറകിൽ കൂടെ കയറി ചെന്നിട്ട് അവൻ വാലിട്ടൊരു തല്ല് കൊടുക്കും.
എൻ്റെ പപ്പയ്ക്ക് പറ്റിയത് ഉദിമൂടിന് ഇപ്പുറത്ത് മണ്ണാരക്കുളഞ്ഞി വെച്ച് ഒരു KSRTC-കാരൻ ഓവർടേക്ക് ചെയ്തു. പപ്പായും ആക്സിലേറ്റർ എന്ന് കൈ എടുത്തില്ല. അവൻ്റെ വാല് വന്നിട്ട് പപ്പയുടെ ആൾട്ടോയർ ഒറ്റ അടി അടിച്ചു. വണ്ടി കുഴി പോകാതിരുന്ന ഭാഗ്യം. അത് വണ്ടി ശരിക്കും റിപ്പയർ ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഒരു വണ്ടി നമ്മളെ ഓവർടേക്ക് ചെയ്ത് ഇച്ചിരി വിട്ടു കൊടുക്കുക, ആക്സിലേറ്ററിന് കാലെടുത്ത് കൊടുക്കുക, അവൻ കയറി പൊട്ടെന്ന് വിചാരിക്കുക. ഈ കേരളത്തിൽ വലിയ ഈഗോയുണ്ട്. ഞാൻ ആരെക്കാട്ടിലും കുറഞ്ഞവനല്ല, ഞാനൊട്ടും മോശമല്ല, ഞാനങ്ങ് അങ്ങ് വലിയ വീട്ടിലെയാ, അവൻ എന്നെ ഓവർടേക്ക് ചെയ്തു. അവൻ്റെ ആവശ്യത്തിന് സ്പീഡിൽ പോവായിരിക്കും. ചിലപ്പം അവൻ്റെ വീട് 4 കിലോമീറ്റർ, അവന് കക്കൂസിപ്പാൻ തോന്നുന്നുണ്ട്. അവന് വിട്ടുപോയി അവൻ കക്കൂസിപ്പാനായിട്ട് ഓടിപ്പോകുന്ന കൂട്ടത്തിൽ അവൻ്റെ കൂടെ നീ ഓവർടേക്ക് ചെയ്യാൻ പോകരുത്, അല്ലെങ്കിൽ അവൻ്റെ കൂടെ നീ മത്സരിക്കാൻ പോകരുത്. നീ ഓടിക്കുന്ന സ്പീഡിൽ ഓടിക്കുക. 60 കോൺസ്റ്റൻ്റ് ആയിട്ട് 50-60 സ്പീഡിൽ ഓടിക്കുക. കേരളത്തിലെ ഓടിക്കാവുന്ന മാക്സിമം ഏത് ഹൈവേ ആണെങ്കിലും കേരളത്തിലെ സ്റ്റാൻഡേർഡും റോഡും ഒക്കെ ഞാൻ കണ്ട്. NH എനിക്കറിയാം, ആയൂർ തിരുവനന്തപുരം റോഡും അറിയാം, ഞാൻ എറണാകുളത്ത് നെടുമ്പാശ്ശേരിയിലും പോയിട്ടുണ്ട്. കേരളത്തിലെ റോഡിനൊരു കപ്പാസിറ്റി ഉണ്ട്, അറിയാം. ആ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്ത് കാല് കൊടുക്കാൻ പാടില്ല. ഈ PWD-ക്കാർ വട്ടം വരച്ചിട്ടൊരു ഡിഗ്രി ഇട്ടിട്ടൊരു ഇത് എഴുതും, 40 കിലോമീറ്റർ കൂടുതൽ അവിടെ പോകരുത്. എൻ്റെ സഹോദരൻ, ഞാൻ പറയട്ടെ, ഞാനത് ശരിക്കും ടെസ്റ്റ് ചെയ്തു. അവർ പൊട്ടന്മാരല്ല അങ്ങനെ വട്ടത്തിൽ സ്പീഡ് ലിമിറ്റ് പലയിടത്തും ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നത്. ആ സ്ഥലങ്ങളിലെ റോഡിൻ്റെ ബിഹേവിയർ അങ്ങനെ. ആ സ്ഥലങ്ങളിൽ അവിടെ 40 എഴുതുമ്പോൾ ഇവിടെ സ്പീഡ് ക്യാമറ ഒന്നും ഇല്ലല്ലോ, നാട്ടിലെ ആൾക്കാർക്ക് കാണാൻ പാടമാണ്, വെച്ച് പിടിപ്പിക്കും. 100 ഒരു വളവായിരിക്കും. അവിടെ ചെല്ലുന്ന റോഡ് അത്ര നല്ല റോഡായിരിക്കത്തില്ല. ചിലപ്പോൾ നീ കുഴി കിടക്കും, നിന്നെ വലിച്ചു പോകാൻ പോലും നാട്ടിലാരും കാണത്തില്ല. അതുകൊണ്ട് 40 എഴുതിയെടുത്ത് 55-ന് മേളിൽ പോകരുത്. ഈ 90-100 ആരും സ്പീഡ് ക്യാമറ ഇല്ലല്ലോ, പോലീസ് ഇല്ലല്ലോ, അതുകൊണ്ട് വെച്ചങ്ങ് പിടിപ്പിച്ചേക്കാമെന്ന് കരുതരുത്. റോഡിനനുസരിച്ച് വാഹനം ഓടിക്കുക, വളവുകളെ ശ്രദ്ധിക്കുക, ഓപ്പോസിറ്റിൽ നിന്ന് വരുന്ന വണ്ടിയെ ശ്രദ്ധിക്കുക, അതിൻ്റെ ആംഗിൾ ശ്രദ്ധിക്കുക, ആവശ്യമില്ലാതെ ഓവർടേക്ക് ചെയ്യരുത്. പിന്നെ എനിക്ക് പറയാനുള്ള, കേരളത്തിലുള്ള പൈസ ഉള്ള എന്ന് പറഞ്ഞാൽ കയ്യിലെ ചിക്കിലിയുള്ള ആൾക്കാരോട് പറയാനുള്ള ഒരു ഉപദേശം എന്ന് പറയുന്നത്, കഴിവതും കേരളത്തിലെ നമ്മുടെ ആ സംഭവം ഉണ്ടല്ലോ, ഇന്നലെ കഴിഞ്ഞ ആഴ്ച ഞാൻ കേരളത്തിലുള്ളപ്പോൾ ഒരു വണ്ടിക്ക് ഓവർടേക്ക് ചെയ്തിട്ട് അതിനെ ഓവർടേക്ക് ചെയ്ത് കയറി മാറാൻ എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടി. കാരണം കുറേ വരുന്നവ സ്ലോ ചെയ്യുന്നില്ല, അവിടെ നിന്ന് വരുന്ന വണ്ടി വരികയും ചെയ്യുക. മനസ്സിലാകുന്നോ? അവൻ എവിടെ കൊണ്ട് ഒതുക്കുന്നേ? അവൻ ഒതുക്കാൻ സ്ഥലമില്ല. അതുകൊണ്ട് എനിക്ക് മനസ്സിലായിടത്തോളം കേരളത്തിൽ 90% നല്ലത് നിങ്ങളെ കൊണ്ട് വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ ഒരു ടർബോ വണ്ടി വാങ്ങിക്കാം. ടർബോ ഉള്ള, ഡീസൽ ടർബോ ആണെങ്കിലും കുഴപ്പമില്ല, പെട്രോൾ ടർബോ ആണെങ്കിലും കുഴപ്പമില്ല. നാട്ടിൽ ഓടിക്കണമെങ്കിൽ ഒരു ടർബോ ഉള്ള വണ്ടിയാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മുടെ നാട്ടിലെ ട്രാഫിക്ക് കൂടുതലാണ്, കയറി മാറാൻ ഏറ്റവും നല്ല ടർബോ ഉണ്ടെങ്കിലേ നമുക്ക് ഓവർടേക്കിംഗ് സ്മൂത്തായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ചില ആൾക്കാരുണ്ട്, കിസ്ത് എടുത്ത് എങ്ങനെയാണ് വണ്ടി വാങ്ങിക്കുന്നത്, EMI-യിൽ എങ്ങനെ വണ്ടി വാങ്ങിക്കുന്നത്, എൻ്റെ കയ്യിലാകെ 5 ലക്ഷം രൂപ ഉണ്ട്, അതിട്ട് ഒരു വണ്ടി അങ്ങ് വാങ്ങിക്കാം. അതുകൊണ്ടാണ് ഈ കൊച്ചു ഡിബ്ബകളൊക്കെ, പല ഡിബ്ബകളും കേരളത്തിലെ ആൾക്കാർ വാങ്ങിക്കാൻ കാരണം മൊത്തം പൈസ കൊടുത്ത് ഞാൻ ഒരു വണ്ടി വാങ്ങിച്ചു, കടവും കൂടുമൊന്നുമില്ല, എന്നെ കൊണ്ട് സഹിക്കാൻ വയ്യ. അതുകൊണ്ടാണ് പല വണ്ടികളും, എനിക്ക് ആ വണ്ടിയുടെ പേരൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം ആ കമ്പനിക്കാർക്ക് കേട്ടാൽ അവർക്കൂടെ ദേഷ്യം വരും. പക്ഷേ ഈ കൊച്ചു വണ്ടികളൊന്നുമല്ല. നല്ലൊരു വണ്ടി എടുക്കുക. നിങ്ങൾക്ക് പുതിയ വണ്ടി എടുക്കാൻ കഴിയത്തില്ലെങ്കിൽ നല്ലൊരു സെക്കൻഡ് ഹാൻഡ് എടുക്കുക. നല്ല സെക്കൻഡ് ഹാൻഡ് എന്ന് പറയുമ്പം ആരും നിങ്ങളെ അങ്ങ് തേച്ച് കുളിപ്പിച്ച് കിടത്തൊന്നുമില്ല, വരുന്ന വണ്ടിക്ക് പണി കാണും. അപ്പോൾ സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്താൽ തന്നെ വലിയ പണിയില്ലാത്ത വണ്ടി എടുക്കുക, നോക്കിയെടുക്കുക. പിന്നെ അവിടുത്തെ 10-60,000 രൂപ അങ്ങ് മുടക്കുക. അതിൻ്റെ ഷോക്കറൊക്കെ മാറുക, അതിൻ്റെ ടയറൊക്കെ മാറുക, അതിൻ്റെ അലൈൻമെൻറ്റൊക്കെ ചേഞ്ച് ചെയ്യുക, അതിൻ്റെ പിന്നെ സ്റ്റെബിലൈസർ റോഡൊക്കെ മാറുക, ബുഷൊക്കെ മാറുക. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പഴയ വണ്ടിയും വലിയ അലച്ചിലില്ലാത്ത വണ്ടികളാണെങ്കിൽ ഒരു 40,000 രൂപ മുടക്കിയാൽ നിങ്ങൾക്ക് ആ വണ്ടി നല്ല വൃത്തിക്ക് ആക്കിയെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നല്ല വ്യക്തികളിൽ നിന്ന് വണ്ടി വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ, വണ്ടി എത്ര പഴയതോ എത്ര പുതിയതോ എന്നല്ല, ചിലർ വണ്ടി നല്ലപോലെ സൂക്ഷിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള വണ്ടിയോട് താല്പര്യമുള്ള ആൾക്കാർ വണ്ടി സെക്കൻഡ് ഹാൻഡ് വണ്ടി കൂടുതൽ വാങ്ങിക്കുക, വണ്ടി നല്ലപോലെ കീപ്പപ്പ് ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന് വണ്ടി വാങ്ങിക്കുക. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഉപയോഗിക്കുന്ന ആളാണ്. പഴയ വണ്ടി, ഇനി 10 വർഷം പഴക്കമുള്ള വണ്ടിയാണേലും 5 വർഷം പഴക്കമുള്ള വണ്ടിയാണേലും ആ വണ്ടി കുട്ടപ്പൻ വണ്ടിയായിരിക്കും.
എന്നാൽ ചിലരുണ്ട് 2 കൊല്ലം കൊണ്ട് അരച്ച് കുടിച്ച് ആ വണ്ടിയുടെ നട്ടും ബോൾട്ടും എന്നിട്ട് നമ്മളോട് പറയും, ഓ ഇത് കഴിഞ്ഞ് 2022 മോഡലാണ് കേട്ടോ, വെളിയിൽ നിന്നെല്ലാം പെയിൻ്റൊക്കെ അടിച്ച് നല്ല കുട്ടപ്പനാക്കി നിങ്ങളെ കാണിക്കാനായിട്ട് സോപ്പിട്ട് വെക്കും. നിങ്ങൾ അകത്ത് നോക്കുന്നുണ്ട് ആ സീറ്റുമെല്ലാം ഒരു സീറ്റ് കവറൊക്കെ വാങ്ങിച്ചിട്ട് നിങ്ങളെ കളിപ്പിക്കാനായിട്ട് നോക്കും. എന്നാൽ ശരിക്കും ശ്രദ്ധിച്ചാൽ ആ വണ്ടി അവിടെ ഇവിടെയൊക്കെ ഉരച്ചിൽ കാണും, അവിടെ ഇവിടെയൊക്കെ അതിൻ്റെ റഫ് യൂസ് ചെയ്ത വണ്ടി ആയിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാവും. റഫ് യൂസ് ചെയ്ത വണ്ടികൾ കഴിവതും പുതിയതോ പഴയതോ ആണെങ്കിൽ വാങ്ങിക്കാതിരിക്കുക, അത് അവോയ്ഡ് ചെയ്യുക. അതിന് മെഴ്സഡീസ് ബി ക്ലാസ് ആണെന്നേലെന്താ വാങ്ങിക്കാതിരിക്കുക. പിന്നെ നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്കനുസരിച്ച് വാഹനം വാങ്ങിക്കുക. നമുക്കൊരു വീട്ടിൽ ആവശ്യമുണ്ട്, വല്ലപ്പോഴും ഒരു വാഴക്കറിയൊക്കെ കടയൊക്കെ ചന്തയിൽ കൊണ്ട് കൊടുക്കണം, പിന്നെ ഇച്ചിരി സാധനമൊക്കെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോകും. അതിന് ഏറ്റവും നല്ല ബൊളീറോ എണ്ണ ആകുമ്പോൾ പുറകിലത്തെ സീറ്റ് മടക്കി വെച്ച് കഴിഞ്ഞാൽ അവിടെ കുറേ സാധനങ്ങൾ മടക്കി വെക്കും. അല്ലെങ്കിൽ പുറകിലത്തെ സീറ്റ് ടോട്ടലി മടക്കാവുന്ന വണ്ടികളുണ്ട്, അത് ഇന്ന വണ്ടിയെന്നില്ല, ആ മൊത്തം മടക്കാവുന്ന വണ്ടികളുണ്ട്. അങ്ങനെയുള്ള വണ്ടികൾ വാങ്ങിക്കുക. അപ്പം നിങ്ങൾക്ക് വാഴക്കൊലയാണെങ്കിലും കുറേ തേങ്ങയാണെങ്കിലും കുറേ റബ്ബർ ഷീറ്റൊക്കെ ആണെങ്കിലും ചാക്കിനകത്താക്കി കടയിൽ കൊണ്ട് വിൽക്കാനും അത് പിന്നെ ആ സീറ്റ് തിരിച്ചിടാനും ഒക്കെ പറ്റും. അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് അയലോക്കക്കാരൻ എന്തോ വാങ്ങിച്ചെന്നല്ല, അയലോക്കക്കാരൻ മാരുതി വാങ്ങിക്കട്ടെ, അവൻ സിയാസ് വാങ്ങിക്കട്ടെ, അവൻ പിന്നെ വാഗനാർ വാങ്ങിക്കട്ടെ, നാട്ടിൽ ഭയങ്കര കോമ്പറ്റീഷനാണ്. ഞങ്ങളുടെ വീട്ടിൽ വാഗനാർ വാങ്ങിച്ചപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങളുടെ വീട്ടിലെ കുടുംബത്തിലുള്ളവരെല്ലാം പോയി വാഗനാർ വാങ്ങിച്ചു. ഇപ്പം എല്ലാവരും വാങ്ങിക്കുന്നതല്ല, നമുക്ക് ആവശ്യമുള്ള വാഹനം വാങ്ങിക്കുക, നമ്മൾ ശ്രദ്ധിച്ച് ഓടിക്കുക, നമ്മൾ സൂക്ഷ്മതയുള്ളവരായിരിക്കുക. വണ്ടിയുടെ സർവീസ്, മനുഷ്യന് ആഹാരം വേണ്ടിയതുപോലെ തന്നെ വണ്ടിക്കും ആഹാരം വേണം, അതിന് സർവീസ് വേണം. ചുമ്മാ ഏതെങ്കിലും ഒരു കടയിൽ കൊടുത്തിട്ട് ആ മോനെ ആയോ എന്ന് ചോദിച്ചുകൊണ്ട് വണ്ടി പൈസയും 10,000-4,000 രൂപയും കൊടുത്തിട്ട് എടുത്ത് പോരുത്. എന്തോ അവൻ ചെയ്ത് നല്ല സർവീസ് സെൻറ്ററിലൊക്കെ ആ വണ്ടി കൊടുക്കുന്നെങ്കിൽ നീ ആ പഴയ സാധനമൊക്കെ മാറിയത് ഡിക്കിക്കകത്ത് ഇട്ടേക്കണം, എനിക്ക് കാണണമെന്ന് പറയണം. അപ്പോൾ അവനറിയാം നമ്മുടെ കൂട്ടുപണിയൊന്നും അവരുടെ അടുത്ത് നടക്കത്തില്ല. പിന്നെ വണ്ടിയുടെ വെളിയിലത്തെ സൗന്ദര്യത്തെക്കാൾ വണ്ടിയുടെ അകത്തെ സൗന്ദര്യത്തിന് ശ്രദ്ധ കൊടുക്കുക, ആവശ്യത്തിന് ഉറങ്ങുക. വഴിയിൽ ഉറക്കം വന്നാൽ വണ്ടി സൈഡിൽ നിർത്തി ഇച്ചിരി നേരം 15-20 മിനിറ്റ് റെസ്റ്റ് ചെയ്യുക, മുഖം കഴുകുക. മൂക്കുമുട്ട ആഹാരം കഴിച്ചിട്ട് വണ്ടി ഓടിക്കാതിരിക്കുക. വഴിയിൽ യാത്ര ചെയ്യുമ്പോൾ 4 പൊറോട്ട അടിക്കുന്നവനാണെങ്കിൽ 2 പൊറോട്ട അടിച്ചിട്ട് നിൽക്കുക. ബിരിയാണി കഴിക്കുന്നവനാണെങ്കിൽ 1 ബിരിയാണി 2 പേര് കഴിക്കുക. ഒത്തിരി അങ്ങ് മൂക്കുമുട്ട കഴിച്ച് കഴിഞ്ഞാൽ എപ്പോഴാണ് 2:30-ക്കായിരിക്കും ചിലപ്പോൾ ഉറക്കം വരുന്നത്. നീ 2 മണി 1:30-ക്ക് ബിരിയാണി അടിച്ചേച്ച് ഇറങ്ങുമ്പോഴായിരിക്കും 2:30 കണ്ണറിയാതെ അടഞ്ഞു പോകുന്നത്. ഏതെങ്കിലും വണ്ടിയുടെ മുന്നിൽ ചെന്ന് നീ കയറും, നീ കാണത്തില്ല. അപ്പോൾ നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ കഴിക്കാതിരിക്കുക, നമ്മുടെ ശരീരത്തിന് ലോഡ് കൊടുക്കാതിരിക്കുക. എത്രയും ഫ്ലൂയിഡ് എടുക്കാമോ അത്രയും ഫ്ലൂയിഡ് എടുക്കുക. ജ്യൂസ് ആണെങ്കിലോ എവിടെയെങ്കിലും നിർത്തി 1-2 ജ്യൂസ് കുടിച്ചോ, അങ്ങനെയൊക്കെ ചായ കുടിച്ചോ, അങ്ങനെയൊക്കെ യൂസ് ചെയ്യുക. പിന്നെ വാഷ്റൂമുകൾ പെട്രോൾ പമ്പുകളിൽ ഉപയോഗിക്കുക. നല്ല ലൈറ്റുകൾ ഉപയോഗിക്കുക. ലൈറ്റ് അപ്പും ഡിമ്മും ചെയ്യുക. ഓപ്പോസിറ്റിൽ നിന്ന് വരുന്നവന് ബ്രൈറ്റ് അടിച്ച് അവൻ്റെ കണ്ണിലോട്ട് കൊടുക്കാതിരിക്കുക. നമ്മളിപ്പോൾ ഒരുത്തൻ ഇങ്ങോട്ട് വരുന്ന സമയത്തായിരിക്കും അവൻ്റെ കണ്ണിലോട്ട് ബ്രൈറ്റ് അടിച്ച് കൊടുക്കുക. അവന് റോഡ് കാണത്തില്ല, അവൻ ഓപ്പോസിറ്റിൽ കൂടെ വന്നൊരു മതിലും ചാടി ചിലപ്പോൾ ഒരു കുഴിയിലോട്ടാക്കിയുമ്പോൾ അവൻ കുഴിയിൽ പോട്ടെ എനിക്കെന്താണെന്ന് വിചാരിച്ച് നടക്കുന്ന ചില വില്ലന്മാരും കേരളത്തിലുണ്ട്. അപ്പം മനുഷ്യൻ റെസ്പെക്റ്റ് ദ ഓപ്പോസിറ്റ് ഡ്രൈവേഴ്സ്, റെസ്പെക്ട് ദ ഓപ്പോസിറ്റ് കമ്മിങ് വെഹിക്കിൾസ്. അങ്ങനെയൊക്കെ ചെയ്താൽ ഒത്തിരിയൊക്കെ അപകടങ്ങൾ കേരളത്തിൽ മാറ്റാനും നല്ലൊരു അവസ്ഥകൾ കേരളത്തിൽ സംഘടിപ്പിക്കാനും സാധിക്കും. ദൈവം ഞാൻ ഓർക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായി തീരും എന്ന് വിശ്വസിക്കുന്നു.